വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. അപ്പൊ ഈ ചൂട് കാലത്ത് നമ്മൾ ഈ ചൂടിന്റെ ഈ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഫാൻ ഇട്ടിരിക്കും, AC ഇട്ടിരിക്കും. അതേപോലെ നമ്മൾ ജ്യൂസുകൾ കുടിക്കും. അതായത് കുറച്ച് കൂളായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് ആക്കിയൊക്കെ കുടിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മളുടെ ഡോഗ്സിനും കൂടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഏറ്റവും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് വാട്ടർമെലൺ ആണ്. വാട്ടർമെലന്റെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് അവർക്ക് ഫ്രൂട്ട് ആസ് സച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ജ്യൂസ് പോലെ ആക്കിയിട്ട് കുടിക്കാനും കൊടുക്കാം. നെക്സ്റ്റ് ബെസ്റ്റ് തിങ് ഇസ് കാന്റലോപ്പ്. അതൊരു പ്രത്യേക തരത്തിലുള്ള പംകിൻ ആണ്. ഇപ്പോൾ പംകിൻ ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫൈബർ കണ്ടന്റും കൂട്ടും, ഹൈഡ്രേഷനും കൂട്ടും. പിന്നെ നമ്മൾക്ക് ഈ സമ്മറിൽ കൊടുക്കാൻ പറ്റിയ വേറൊരു ഫ്രൂട്ടാണ് കുക്കമ്പർ അല്ലെങ്കിൽ വെള്ളരിക്ക. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ പെറ്റ്സിന് കൊടുക്കാം. അപ്പോൾ അത് വളരെ കൂളായിട്ട് അവരുടെ ആ ഡേ ടു ഡേ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ചെറിയ സ്നാക്സ് പോലെ നമുക്ക് കുക്കമ്പറും കൊടുക്കാം. വേറെ ഒരു നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ബനാനാസ്. ബനാനാസിന്റെ ഹൈ പൊട്ടാഷ്യം കണ്ടന്റ് കാരണം അവരുടെ നെർവ് ഇമ്പൾസസ് ഒക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്ത് പോകും. പക്ഷെ ചെറിയ എമൗണ്ട്സിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഫ്രൂട്ടാണ് ആപ്പിൾ. ആപ്പിൾ നമുക്ക് അതിന്റെ കുരു കളഞ്ഞിട്ട് കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് 2-3 പീസസ് ഒക്കെ നമുക്ക് ഡോഗ്സിന് കൊടുക്കാം. ഇപ്പൊ കുരുവിൻ്റെ അകത്ത് സയനൈഡ് കണ്ടന്റ് ചെറിയ അളവിൽ ഉള്ളത് കൊണ്ട് അത് ടോക്സിക് ആണ്. അതുകൊണ്ട് കുരു കളഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വേറെ നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയതാണ് ഈ ബെറി വർഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സ്, അതായത് ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അതിലൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതേപോലെ നല്ലൊരു സ്നാക്കാണ്. ഇതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാൻ ഡോഗ്സിന് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അതും കൊടുക്കാം നമുക്ക്. അതേപോലെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട്സിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി കൊടുക്കാൻ പറ്റാത്ത എന്തൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഗ്രേപ്സ് ആൻഡ് റേസിൻസ് ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് നോ. ഗ്രേപ്സിലും റേസിൻസിലും കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഡോഗ്സിന് കിഡ്നിക്ക് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് തികച്ചും ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും. അതുപോലെ അവോക്കാഡോസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മക്കഡേമിയ നട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നട്ടുണ്ട്, അതും കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഗാർലിക് ആൻഡ് അണിയൻ, ഉള്ളി വെളുത്തുള്ളി ആ സാധനങ്ങൾ ഇടുന്ന ഫ്രൂട്ട്സ് ജ്യൂസസോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടാക്കി കറികളോ അങ്ങനെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഒരിക്കലും നമ്മൾ ഡോഗ്സിന് കൊടുക്കാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വിഷു.